1999 മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആദ്യ കേരള യാത്ര ആരംഭിക്കുന്നത്. അന്ന് ഒരു വിദ്യാർത്ഥിയായി എൻ്റെ ഉപ്പയുടെ കൂടെ അതിൽ പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ്. അന്ന് കാര്യമായി കേരള യാത്ര ഉസ്താദ് നടത്തുമ്പോൾ അതിന്റെ പ്രത്യേകതയെക്കുറിച്ചൊന്നും അത്ര വിശദമായി ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ 1992 ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ ബാബരി മസ്ജിദിന് ശേഷമുണ്ടായ അരക്ഷിതാവസ്ഥയും അതിൽ നിന്ന് ഉടലെടുത്ത പലതരത്തിലുള്ള തീവ്ര സ്വഭാവമുള്ള ശബ്ദങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ വർഗീയ ധ്രുവീകരണങ്ങൾ രണ്ട് തലത്തിലായിട്ട് വിവിധ മതവിശ്വാസികൾ തമ്മിൽ അറിയാതെ ധ്രുവീകരണങ്ങൾ വരുന്ന തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഒരു തരത്തിലുള്ള വർഗീയതയുമല്ല നമുക്ക് വേണ്ടത്. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെയും വെറുപ്പിന്റെ രാഷ്ട്രീയത്തെയും എതിർക്കുകയും എല്ലാവരെയും ഉൾക്കൊണ്ട് സ്നേഹത്തോടെ, ഐക്യത്തോടെ, സമാധാനത്തോടെ കഴിയാനുള്ള സന്ദേശമാണ് നൽകുന്നത് എന്ന് ഒരു പണ്ഡിത നേതൃത്വം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി പറയുകയും, കേവലം പറയുക മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ആ സ്നേഹം പങ്കിടുകയും ചെയ്തുകൊണ്ട് ആരുടെയൊക്കെയോ മനസ്സിൽ വന്ന മുറിവുകളൊക്കെ തന്നെ മാറ്റി നമ്മുടെ ഇടയിലുള്ള എല്ലാ വിഭജന രാഷ്ട്രീയങ്ങളെയും മാറ്റിക്കൊണ്ട് ഒന്നിച്ച് കൊണ്ടുപോകുന്നതിനുള്ള വലിയൊരു റോളാണ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ അന്ന് നടന്നത്. പിന്നീടും 2012 കേരള യാത്ര മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള, ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പ്രമേയമാണ്, ഒരു മുദ്രാവാക്യം. കേവലം ഒരു മുദ്രാവാക്യമല്ല, ഒരു വലിയ ഉത്തരവാദിത്തമാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ യാത്രക്ക് മുന്നിൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. മനുഷ്യർക്കൊപ്പം നമ്മുടെ നാട് ഏത് തരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടായാലും, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും, മനുഷ്യർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും, മതങ്ങൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ആർക്കൊപ്പം നിൽക്കണമെന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായ മറുപടിയാണ് പണ്ഡിത നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമ്മൾ മനുഷ്യർക്കൊപ്പം നിൽക്കണം, മനുഷ്യത്വത്തിനൊപ്പം നിൽക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ വിഭജനത്തിനും വ്യക്തികളെ അല്ലെങ്കിൽ മനുഷ്യരെ വിഭജിക്കുന്നതിനും ഒപ്പമല്ല നിൽക്കേണ്ടത് എന്നാണ്. ഈ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു കാലത്തും വർഗീയത ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മറ്റു എല്ലാ മനുഷ്യരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു നാടാണ്. മുസ്ലിസ് മുതലുള്ള കഥകൾ നമുക്കറിയാം, ചരിത്രം നമുക്കറിയാം. ഈ നാട് എല്ലാവരെയും സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, പ്രവാചകന്റെ കാലത്ത് മുതൽ കേരളത്തിൽ ഇസ്ലാമുണ്ട്. മാലിക് ദിനാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്നവരെ ഇവിടെയുള്ളവർ സ്വീകരിച്ച് ആ സ്നേഹം അന്ന് മുതൽ ഇന്ന് വരെ നിൽക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊരു അപകടം നമ്മുടെ മുമ്പിൽ ഉണ്ട്. നമുക്കറിയാം, ഏറ്റവും വേഗത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നാടിന്റെ ജനാധിപത്യം നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ വികസനങ്ങൾ, മനുഷ്യരുടെ വിഷയങ്ങൾ ആണ് ചർച്ചയാവാറുള്ളത്. എന്നാൽ ഈ അടുത്ത കാലത്തായി മതകാര്യങ്ങളും മറ്റു തരത്തിലുള്ളതും ചർച്ചയാകുന്ന അപകടകരമായ കാര്യം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ കണ്ടതുപോലെ അത് നമ്മുടെ നാട്ടിലേക്ക് പടർന്നു വരുന്നത് അപകടകരമായ സാഹചര്യം. അനാവശ്യമായ രീതിയിൽ അമിതമായി വർഗീയമായ കാര്യങ്ങൾ പരസ്പരം
ചർച്ച ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട്. തെരഞ്ഞെടുപ്പിൽ മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവർക്ക് അവർക്കും അജണ്ടയുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ഒരുപക്ഷെ ഇന്ന് വർഗീയമായി രണ്ടായി ചേരുതിരിഞ്ഞാൽ നാളെയുള്ള സമൂഹം ഏറ്റവും അപകടത്തിലാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഉസ്താദ് ഉയർത്തിപ്പിടിക്കുന്ന ആ മൂല്യമാണ് മനുഷ്യർക്കൊപ്പം. നമ്മളെല്ലാവരും ഏതൊക്കെ തരത്തിലുള്ള ഭിന്നതയുടെയും വിഭജനത്തിന്റെയും കാര്യങ്ങൾ നടക്കുമ്പോഴും മനുഷ്യർക്കൊപ്പമാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ് നമുക്ക് വേണ്ടത്. സമസ്തയുടെ കാര്യം ഞാനിവിടെ പറയേണ്ടതില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ എല്ലാ വർഗീയതക്കെതിരെ മാത്രമല്ല, എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് വിശ്വാസത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ വിവേകമുള്ള, വിജ്ഞാനമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കൂടിയാണ് നമ്മുടെ സമസ്ത ആദ്യമായി രൂപീകരിച്ച അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ളത്. ആ സമസ്ത 1926 ആരംഭിച്ചത് മുതൽ വിജ്ഞാനത്തിനും വിവേകത്തിനും അതോടൊപ്പം തന്നെ വിശ്വാസത്തിനും പ്രയോറിറ്റി കൊടുക്കുമ്പോൾ സമാധാനമാണ് മുന്നിൽ നിൽക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും വിശദമായി ഇവിടെ കടക്കുകയല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയാതെ നമ്മളെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഒക്കെ ഭിന്നിപ്പിക്കുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വീടുകളിലും നമ്മൾ കയറുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടൊക്കെ അത്തരത്തിലുള്ള വർഗീയതകൾ പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഉസ്താദും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ നാട്ടിലെ ഹൈന്ദവർ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന, എല്ലാവരും ഒരു കുടുംബമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഹൈന്ദവനും വർഗീയവാദിയാവില്ല. തന്നെ പോലെ തന്റെ അയൽവാസിയെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഒരു ക്രൈസ്തവനും വർഗീയവാദിയാവാൻ കഴിയില്ല. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ആണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള 800 കോടി മനുഷ്യരും സഹോദരീ സഹോദരന്മാരാണെന്ന് പറയുന്ന ഖുർആൻ വചനം വിശ്വസിക്കുന്ന, താൻ വയറ് നിറച്ചുണ്ടുമ്പോ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ അവൻ എത്ര നിസ്കരിച്ചാലും എത്ര ആരാധനാ കർമ്മങ്ങൾ ചെയ്താലും എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ, അങ്ങനെ അത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും വർഗീയതയ്ക്ക് വേണ്ടി നിൽക്കില്ല. ഈ സന്ദേശമാണ് ഉസ്താദും ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ കാലഘട്ടത്തിന്റെ ആ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് മുൻകൂട്ടി കണ്ട് അതിനു വേണ്ടി ഈ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റവും അനിവാര്യമായ സന്ദേശം ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഈ കേരളമടക്കം വർഗീയമായി വിഭജിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അരുത്, അരുത്, നിങ്ങൾ മനുഷ്യർക്കൊപ്പം, മനുഷ്യത്വത്തിനൊപ്പം, സഹജീവികളോട് സ്നേഹമുള്ള, കരുണയുള്ള, അതുപോലെ തന്നെ പരസ്പരം സഹായിക്കുന്ന, ആർദ്രതയുള്ള, വിവേകമുള്ള മനുഷ്യരായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പാലത്ത് നൽകുന്ന സ്വീകരണത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ്. 16-ാം തീയതി ഈ യാത്രയുടെ സമാപനം പുത്തരിക്കണ്ടം മൈതാനിയിൽ എത്തുമ്പോൾ കേരളത്തിൽ ആരെങ്കിലും വർഗീയമായി ഇനിയും വിഭജിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മറുപടി കൊടുക്കാനും, ഇനിയും നമ്മുടെ അടുക്കളയിലും വീട്ടിലും വാർത്തകളായിട്ടും ഒക്കെ വരുന്ന, നമ്മളെ ഭിന്നിപ്പിക്കുന്ന ഏത് തരത്തിലുള്ള കാര്യങ്ങളും മാധ്യമങ്ങളടക്കം വരുമ്പോൾ പറ്റില്ല, അതിനെ എല്ലാ വിഭജന രാഷ്ട്രീയത്തെയും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള സന്ദേശമായിരിക്കും ഇതിന്റെ പരിസമാപ്തി. കേരളം ഇനിയും നമ്മളെല്ലാം ഒന്നായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ പ്രായത്തിലും ഈ വലിയൊരു ഉത്തരവാദിത്തം ഉസ്താദ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ, സാധാരണ ഈ പ്രായത്തിൽ ഇത്രയൊക്കെ ഒരു പണ്ഡിതനെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിക്കും. ഒരു പണ്ഡിതന്റെ കടമ എന്താണ്? ഒരു ആലിമിന്റെ, ഒരു ഉലമാക്കളുടെ കടമ എന്താണ്? കേവലം പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, സമൂഹത്തോടുള്ള വലിയൊരു കടമയുണ്ട് എന്നും, അത് ഏത് പ്രായമാണെങ്കിലും എത്ര അവശതയുണ്ടെങ്കിലും ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. ആ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്താദിന് ഇനിയും ആരോഗ്യവും ആയുസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യാത്രക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.